ഇക്കഴിഞ്ഞ 20-ന് വൈകിട്ട് കീഴ്ശേരിയിൽ നിന്നും ബസ്സിൽ കയറിയ കുട്ടിയെ അതേ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രതി തന്റെ അടുത്തിരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് കേസ്. കുട്ടി വീട്ടിലെത്തിയ ശേഷമാണ് തന്നെ ഒരാൾ ഉപദ്രവിച്ചുവെന്ന മാതാപിതാക്കളെ അറിയിച്ചത്. തുടർന്ന് രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും കൊണ്ടോട്ടി പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. പ്രതി ആരാണെന്ന് കുട്ടിക്ക് വ്യക്തമല്ലാത്തതും ബസ്സിൽ CCTV ക്യാമറ ഇല്ലാതിരുന്നതും അന്വേഷണത്തെ ദുഷ്കരമാക്കി. എന്നാൽ കുട്ടി പറഞ്ഞ അടയാളങ്ങൾ മാത്രം സൂചനയായി കണ്ട് കീഴ്ശേരി മുതൽ മഞ്ചേരി വരെയുള്ള ബസ് സ്റ്റോപ്പുകളിലെ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് കൊണ്ടോട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയുടെ മേൽവിലാസം കണ്ടെത്തി. വയനാട് മേപ്പാടിക്കടുത്തുള്ള പുതിയ ജോലി സ്ഥലത്ത് ഇന്നലെ എത്തിയ ഇയാളെ അവിടെ നിന്നുമാണ് പിടികൂടിയത്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിലവിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നിലവിലുണ്ട്. പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ PM ഷമീർ, SI V ജിഷിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ SCPOമാരായ അമർനാഥ്, ഋഷികേശ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. കേരള വിഷൻ, കൊണ്ടോട്ടി.